വേറെ ഒന്നിനുമല്ല, ഒരു അപകടത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. ഇവള് പറയുന്നത് സത്യമോ സർ? എങ്ങോട്ടാന്ന് പറയാതെയാ കാലത്ത് അവൻ ഇവിടെ നിന്ന് അറിഞ്ഞത്. ഇവനാണ് സാർ റോയിയുടെ ഡ്രൈവർ. കാലത്ത് ഇവന്റെ ഒപ്പം റോയ് ഇവിടുന്ന് പോയത്. എന്നിട്ട് ഇപ്പൊ ഇവനെ എവിടുന്ന് കിട്ടി? കാർത്തിക ബാറിലുണ്ടായിരുന്നു, അവിടുന്ന് പൊക്കിയതാ. റോയ് എവിടാ? അത് ഒരാൾക്കൊപ്പം ഒരു വഴി വരെ പോയേക്കുവാ. ആർക്കൊപ്പം ഏത് വഴി വരെ? ഒരാൾക്കൊപ്പം ഒരു വഴി വരെ. അതിൽ കൂടുതലൊന്നും നീ മൊഴികളല്ലടാ പന്ന പന്നി. പിടിപിടി സാറേ, ഞാൻ പറയാം, പിടിപിടി. റോയിച്ച മുണ്ടക്കകത്ത് ഒരു തോട്ടത്തിന് വില പറയാൻ പോയിരിക്കുക. ഒറ്റയ്ക്കോ? അല്ല, കൂടെ ഒരു ഇടപാടുകാരനും ഉണ്ടായിരുന്നു. ഈ കാര്യം പുറത്താരും അറിയരുന്ന എന്നോട് പറഞ്ഞിരിക്കുന്നേ, പ്രത്യേകിച്ചും ലിസി കൊച്ചമ്മ. കേട്ടല്ലോ, പൊന്നാര പെങ്ങളറിയാതെ സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിക്കൂട്ടുന്ന തിരക്കില കുഞ്ഞാങ്ങള. ടാക്സി ഡ്രൈവർ മോനച്ചന്റെ ഭാര്യയായിരുന്ന പഴയ ലിസി നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും മരിക്കാതെ ഒരു അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നേടിയെന്ന് നിങ്ങൾ കരുതിയതൊക്കെ ശരിക്കും ഒരു നേട്ടമായിരുന്നു. ഏതാടാ റോയോടൊപ്പമുള്ള ഇടപാടുകാരൻ? ഇനിയും കണ്ടാൽ അറിയാന്നല്ലാതെ അയാളെ കുറിച്ച് മറ്റൊന്നും എനിക്ക് അറിയല്ല സാറേ, പേര് പോലും. ഇയാളാണോ അത്? ഉള്ളത് പറഞ്ഞ കൈ വലിയ കാശുണ്ടായിട്ടൊന്നുമല്ല ഞാനിതിന് ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത്. പിന്നെ ആ പറഞ്ഞ വിലക്ക് സംഗതി നടക്കുവാന്നേ, എങ്ങനെ നോക്കിയാലും അതെനിക്ക് ലാഭമാണല്ലോ എന്ന് ഓർത്തിട്ടാ അങ്ങനെ നടന്ന ഞാൻ തന്നെ വേട്ട പോലൊന്ന് കാണുന്നുണ്ട്. നടക്കും സാറേ. ആ ഈ പോകുന്ന പോക്കിൽ തന്നെ ഞാൻ അങ്ങ് നടത്തും. സാറ് കണ്ടോ? പുറത്തുനിന്ന് നോക്കുന്നവന്മാർക്ക് എന്താ ഒരു കുഴപ്പം? പേര് കേട്ട സിനിമാ നടിയുടെ അമ്മാവങ്ക മാനേജർ. പക്ഷെ നമ്മുടെ സ്ഥിതി നമുക്കല്ലേ അറിയൂ. അതെന്നാ സാറേ സ്ഥിതിക്ക് ഇപ്പൊ ഒരു കുഴപ്പം? ഓ ഒന്നും പറയണ്ട. ആളിയൻ ചത്തെ പിന്നെ പെങ്ങടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ മൊത്തത്തിലൊരു മാറ്റം. ഒന്നും വേണ്ടായിരുന്നു നമുക്കിപ്പോ തോന്നി തുടങ്ങിയ പോലെ. അതേന്ന് ആ പെങ്കൊച്ചിന്റെ ആണ് ഈയിടയ്ക്ക് ഇറങ്ങി എല്ലാ പടങ്ങളും ഫ്ലോപ്പാ. ഇനി ആകെ ഒരു പ്രതീക്ഷ ഇളയ കൊച്ചില. അവളാണ് ആമ്പിൽ മുന്നിൽ അടുക്കുന്നില്ല. ആ ഈ ബഹളമൊക്കെ ഒന്ന് ആറട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. എടാ, ഇന്ന് നീ ഭാര്യയോട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത് തിരിച്ചങ്ങോട്ട് ചെല്ലാനല്ല, ഒരു പോക്ക് പോവാനാ. എന്നതൊക്കെ പറയുന്നേ? താൻ അഭിറ്റാന്നോ? ഇല്ല റോയ്, നീ പറയുന്നിടത്ത് നീ വണ്ടി നിൽക്കില്ല. ഇതിപ്പോ നേരെ ചെല്ലുന്നത് അങ്ങ് കൊള്ളിക്കൊക്കയുടെ തുഞ്ചത്തോട്ടാ. അവിടെ നമ്മൾ ഒരുമിച്ച് ജീപ്പി പറക്കാൻ പോവാ പരലോകത്തോട്ട്.
നടക്കത്തില്ല സാറേ. ഇതിനൊക്കെ ഒത്തിരി അനുഭവിച്ച അതും ചെയ്യാത്ത തെറ്റിന്. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കൊന്നാലും എന്റെ വായിന്ന് രക്ഷണം വീഴില്ല. പറയാൻ എനിക്ക് മനസ്സില്ല. റോയിയാണോ ഈ സീരീസിലെ അവസാനത്തേത്? പറയില്ല. പറയടാ, രക്ഷയും മോനിച്ചനെ ആഷ്ലി നീ എങ്ങനെ പരിചയപ്പെട്ടു? പറയില്ല. പറയാൻ പറയടാ പന്നം. ഇല്ല. പറയില്ല. തനിക്കല്ല ഭ്രാന്ത് പിടിച്ചോ? ഇയാളങ്ങനെ ഇവിടെ കിടന്ന് ചത്ത ആര് സമാധാനം പറയും? ഏതായാലും ചാകാൻ തുറന്നതല്ലേ സർ, അതിന് ഇവിടെ വെച്ചാണ് ഉണ്ടാകുന്നെങ്കിൽ അതിന് സമാധാനം ഞാൻ പറഞ്ഞോളാം. ഇവനെയൊക്കെ ഇനി വന്നേ. അതെ സാറേ, എന്നെയാണോ? സാറിനെ അല്ല, ചെറിയ സാറിനെ തന്നെ. ചെല്ല്, നല്ലോണം പ്രാർത്ഥിച്ചോണ്ട് ചെല്ല്. ആ പിന്നൊരു കാര്യം, എന്ത് പ്രൊവക്കേഷൻ ഉണ്ടായാലും ഇനി ഇവനെ കൈവച്ചേക്കരുത്. ദിസ് ഇസ് മൈ ഓർഡർ. സർ. അനിയനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. പറ. ഈ നാട്ടിലെ കണ്ണുമൂടി നിയമത്തിന് സേതുനാഥന്റെ വക ഒരു ഭിക്ഷ. വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തൊലക്കണം പന്നം. ധർമ്മം തരുമ്പോ ധൃതി കാണിക്കില്ല സാറേ. അനിയൻ കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചില്ലേ, റോയിയാണോ ഈ സീരീസിൽ അവസാനത്തെ എന്ന്? അല്ല, ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞങ്ങൾ കരുതുന്ന ഒരെണ്ണം കൂടെ ബാക്കിയാ. ഫിഫ്ത് ആൻഡ് ഫൈനൽ. ആരാത്? അഡ്വക്കേറ്റ് നാരായണൻ തമ്പി. അന്വേഷിച്ചാലറിയാം അവൻ ആരാന്ന്. ഞങ്ങൾ ഇതുവരെ ചെയ്ത ശരികളിൽ ഏറ്റവും വലിയ ശരിയാവും അവന്റെ മരണം. ഇനി ഞാൻ ഒന്ന് വെല്ലുവിളിക്കാൻ പോവാ. തണ്ടലിന് ബലമുള്ള തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ നാരായണൻ തമ്പിയെ കൊല്ലാൻ പോകുന്ന ആരാന്ന് കണ്ടുപിടിച്ച് പോയി തടയേ.